The next chess number and the final chess number is chess number MA106. Chess number MA106. Good morning, sir. Good morning, ma'am. Good morning, friends. Sir. ഷോൺ, എന്താണ് ഫുഡ് ടെക്നോളജി? സർ, ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യശാസ്ത്രം. അതായത് നമ്മൾ ഇത്രയും നാൾ കണ്ടിരിക്കുന്ന ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പോലെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ അതിനെങ്ങനെ പ്രിസർവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മറ്റൊരു ഫോമിൽ എങ്ങനെ ഓഡിയൻസ് നമ്മുടെ ബയേഴ്സിന് എത്തിക്കാം, അതിനെങ്ങനെ പ്രിസർവ് ചെയ്യാം, കൺസർവ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെയാണ് ഫുഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ മേഖലയിൽ ഷോൺ ഈ 4 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു റെലവന്റ് കോൺട്രിബ്യൂഷൻ പറയാമോ? സർ, ഞങ്ങൾ ഇപ്പോൾ ഓൺഗോയിങ് അവർ പ്രോജക്ട് റംബുട്ടാൻ പീലർ, അതായത് റംബുട്ടാന്റെ തോല് പൊളിക്കുന്ന ഒരു മെഷീൻ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ റംബുട്ടാൻ ഉണ്ട്, ബട്ട് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മൾ ജസ്റ്റ് പൊളിക്കുന്നു, തിന്നുന്നു, അത് കളയുന്നു. അത് മടി കാരണം പലരും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ പൊളിച്ചു പോലും തിന്നാൻ പോലും കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു എളുപ്പമാക്കുക, നമ്മുടെ ഈ പ്രൊഡക്റ്റിന് ഒരു യൂട്ടിലൈസേഷൻ കൊടുക്കുക. അല്ല, ഇപ്പൊ പറഞ്ഞു കൺസേർവ് ചെയ്യുവാന്ന്. സോ യുവർ പ്രോഡക്റ്റ് ആൻഡ് കൺസർവേഷൻ അവിടെ വരുന്നില്ലല്ലോ. ഞങ്ങളുടെ ഒരു പ്രോഡക്ട്സ് ഉണ്ട്. ഞങ്ങൾ ഈ പീല് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഫ്ലഷ് എടുത്ത് ഞങ്ങൾ അത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതായത് ട്രേ ഡ്രൈയിങ്, ഫ്രീസ് ഡ്രൈയിങ്, സ്പ്രേ ഡ്രൈയിങ്, അങ്ങനെ പല പ്രോസസ്സിലൂടെയാണ് നമ്മളെ പ്രിസർവ് ചെയ്യുന്നത്. അത് നമുക്ക് എക്സ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഫ്റ്റർ 1 year നമുക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം ഷോണിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഗ്ലോബൽ ഇഷ്യൂ യു ആർ ഗോണ സ്പീക്ക് ദേർ? സർ, ഡ്രഗ്സ്. വൈ? സർ, ബിക്കോസ് നമുക്കറിയാം സാർ, ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്താ? ഡ്രഗ്സ് തന്നെയാണ്. ഇന്നത്തെ യുവജനങ്ങൾക്കിടയിൽ, ഇന്നത്തെ യൂത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള യൂത്ത്. ഷോൺ എന്ത് ചെയ്യാൻ പറ്റും ഡ്രഗ്സിന്റെ യൂസേജ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഷോൺ പറയുന്ന യങ് പോപ്പുലേഷനെ എന്താ റീഡയറക്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാൻ? ഇൻ വിച്ച് വേ? സർ, നമുക്കൊരു അഡിക്റ്റഡ് ആയി പോയ ഒരു ജനറേഷനെ കംപ്ലീറ്റ്ലി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഫസ്റ്റ് വേണ്ടത് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് നമ്മുടെ ഒരു വേൾഡ് ഓർഗനൈസേഷനൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നു, റൂട്ടിൽ നിന്നേ അത് അബോളിഷ് ചെയ്യുന്നു. Right, we got it. That is, we have to find the root cause. Okay. So since we are coming into, you are the last contestant. Okay. So why do you think that you stand out from the rest of the 7? Ma'am, because I am myself. ഞാൻ തന്നെയാണ്. കാരണം എന്നെ പോലെ. Do you think you are best than the others? Yes, ma'am. I think. No, explain. Okay. Ma'am, അപ്പം കാരണം എൻ്റെ ഒരു കഴിവും, അല്ലെങ്കിൽ മാം നമ്മൾ പറയും എല്ലാ വ്യക്തികളും യുണീക്ക് ആണ്. ഇവരെ പോലല്ല ഞാൻ. എനിക്ക് എന്റേതായ കഴിവുകളും എന്റേതായ ടാലൻസ് എല്ലാം ഉണ്ട്. ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ എന്ന് പറയുന്ന ഒരു വി ആർ കമ്പയറിംഗ് യു വിത്ത് ദി അതേഴ്സ്. സോ കമ്പാരിസൺ ഇല്ല എന്ന് പറയരുത്. ബിക്കോസ് ഡെഫിനറ്റ്ലി വി ആർ കമ്പയറിംഗ്, ഫൈൻഡിങ് ദ ബെസ്റ്റ് അമംഗ് ദ ബെസ്റ്റ്. സോ വൈ ഡു യു തിങ്ക് യു ആർ ദ ബെസ്റ്റ്? മാം, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ കോൺഫിഡൻറ്റോട് കൂടി നേരിടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവർക്ക് വളർന്നു വരാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഷോണിന്റെ സിറ്റുവേഷനിൽ ഷോണിന്റെ പാരന്റ്സ് ഓൺ വൺ സൈഡ് ആൻഡ് ഷോണിന്റെ ഫ്രണ്ട്സ് ഓൺ അനദർ സൈഡ്. ഓക്കെ, ക്ലിയർ? ആൻഡ് ഷോണിന്റെ പാരന്റ്സ് തരുന്ന അഡ്വൈസ് വിച്ച് ഈസ് വാല്യുബിൾ. വി നോ പാരന്റ്സ് തരുന്ന വാല്യുബിൾ ആയിരിക്കാം. പാരന്റ്സ് തരുന്ന അഡ്വൈസ് കാരണം തനിക്ക് തൻ്റെ ഫ്രണ്ട്സ്, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് വിച്ച് യു പേഴ്സണലി ഫീൽ ദാറ്റ് ഈസ് ദ കറക്റ്റ് തിങ്. പാരൻസ് തരുന്ന അഡ്വൈസ് അല്ല, ഫ്രണ്ട്സിനെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി പാരൻസ് സെഡ് നോ ടു ദാറ്റ്. പാരൻസ് സെഡ് നോ, യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, ബട്ട് യു നോ ദാറ്റ്സ് ദ റൈറ്റ് തിങ്. പാരൻസിന്റെ സിറ്റുവേഷൻ അറിയത്തില്ല, ഫ്രണ്ട്സിന്റെ കാര്യമാണ് കറക്റ്റ് കാര്യം. ഷോൺ, വാട്ട് ഈസ് ദ ഡിസിഷൻ? യു വിൽ സപ്പോർട്ട് യുവർ ഫ്രണ്ട് ഓർ യു വിൽ ഹിയർ യുവർ പാരന്റ്? സർ, ഓഫ് കോഴ്സ് മൈ പേരൻസ്. കാരണം വൈ? സർ, ബിക്കോസ് സർ അവർക്ക് കുറച്ചുകൂടെ ഒരു വേൾഡ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. അവർ കുറച്ചുകൂടെ ഷോൺ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു നിർത്തിയത് സാറില്ല. ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും, അങ്ങനെയല്ല അവരെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യില്ല. No chance for telling them and making them understand things. They are in a critical situation and you have to act. ഇല്ല സർ, എന്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ അവർക്കത് മനസ്സിലാവും. കാരണം സർ നമ്മളത് ഇല്ല എന്ന് തീർത്തു പറയില്ല, കാരണം അതിന്റെ കാരണങ്ങൾ അവർ ഫ്രണ്ട്സ് ഇതിനുശേഷം ഷോണുമായിട്ട് ഇനി സംസാരിക്കാൻ സാധ്യതയില്ല. How do you take that? സർ, ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ ഷോൺ തന്നെ പറഞ്ഞു എല്ലാവരും യൂണീക്ക് ആണ് കുറച്ചു മുമ്പ്. And you are contradicting that. How can you read the mind of your friend? The friend can, തന്റെ എത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഒരു ബോഷം അനുഭവം തന്റെ അടുത്ത് നിന്ന് എത്തിയാൽ, and definitely that can happen. Every human being is a unique. തന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കടമെടുക്കുക. So if they are against you, ഞാൻ ആ ക്വസ്റ്റ്യൻ, how do you gonna manage things? യൂണീക്ക് ആണെങ്കിലും ആ ഒരു 4 പേര് ഫ്രണ്ട്സ് ആണെന്ന് വെച്ചു, ആ 4 പേരും
they are No, willing. I'm asking, your friends are against you right now. അല്ല സാർ, 4 പേരും ആ ഒരു സെയിം ഡിസിഷന് വേണ്ടി ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് സെയിം ആയിരിക്കുമല്ലോ. ഇപ്പൊ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളതാണ് അവരുടെ ഷോൺ കോൺസെപ്റ്റ്. അതൊന്നുമല്ല നമ്മുടെ കാര്യം. ഷോൺ പാരന്റ് പറഞ്ഞ് കേട്ടുകൊണ്ട് ഷോണിന്റെ ഫ്രണ്ട്സിനെ ഷോൺ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ദേ സെഡ് ദേ ആർ നോട്ട് കീപ്പിംഗ് ദ കമ്പനി വിത്ത് യു അഗെയിൻ. ദേ ലെഫ്റ്റ് യു. ഹൗ യു ഗോണ മാനേജ്? ഇല്ല സാർ, ഞാൻ അവരെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അവർ ഉറപ്പായിട്ട് മനസ്സിലാവും. അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവർക്ക് അവരുടെ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാം, അവരുടെ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട് ഇതിനെ പറ്റി ഒരു സജഷൻ എടുക്കാൻ പറയാം. Got it. Yes, you said that you value friendship, Yes, right? ma'am. അങ്ങനെയാണെങ്കിൽ ഷോണിന്റെ ഒരു ഫ്രണ്ട് വളരെ ലോ ആയിട്ട് എക്സാമിന് ഇരിക്കുകയാണ്, എക്സാമിന് പ്രിപ്പയർ ചെയ്തില്ല. സോ ക്യാൻ യു ആക്ട് ഇറ്റ് ഔട്ട് ഓവർ ഹിയർ റൈറ്റ് നൗ? ഹൗ ആർ യു ഗോയിങ് ടു മോട്ടിവേറ്റ് ഹിം? എക്സാമിന് ഇരിക്കുവാണോ അതോ എക്സാം ഹാളിൽ ഇരിക്കുവാണോ അതോ എക്സാമിന് തൊട്ട് മുമ്പ്? ഓക്കെ, എടാ ആക്ട് ചെയ്യണോ അതോ പറഞ്ഞാൽ മതിയോ? ഫാസ്റ്റ് ആയിട്ട്. എടാ നീ പഠിച്ചായിരുന്നോ? സാരമില്ല പോട്ടെ, നമുക്ക് നീ പഠിച്ചില്ലെങ്കിൽ നിനക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം എഴുതുക എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ്. കാരണം എഴുതാൻ പറ്റുന്ന മാക്സിമം എഴുതുക. ഇപ്പം ഇന്റർണൽ എക്സാം ഒക്കെ ആണെങ്കിൽ, യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ മാക്സിമം എഴുതുക. കാരണം നിന്റെ സിറ്റുവേഷൻസ് നമുക്കറിയാം. മാക്സിമം നീ പഠിച്ചത് ഫുൾ കോൺഫിഡൻസിൽ നിനക്കറിയാവുന്ന കാര്യങ്ങൾ. Thank you. Good act. One more question, one last question. ലൈഫിൽ എന്താ ഇമ്പോർട്ടൻറ്റ്, ഹാപ്പിനെസ് ഓർ സക്സസ്? Sir, happiness. Why? So you don't want to be successful? Sir, success is part of happiness. Happiness, success ഇല്ല, ഹാപ്പിനെസ് വേണം. ഇപ്പം സക്സസ് ആയില്ല എങ്കിൽ അതിൽ നമുക്കൊരു ചെറിയൊരു ഹാപ്പിനെസ്സിന് കുറവുണ്ടാവും. ബട്ട് നമ്മൾ സക്സസ് ആവുന്ന എന്തിനാണ്? നമ്മുടെ ഒരു ഹാപ്പിനെസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാ. ഹാപ്പിനെസ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം. So ultimately you value ഹാപ്പിനെസിന്റെ ഒരു happiness. പാർട്ടാണ് സക്സസ് എന്ന് പറയുന്നത്. ഹാപ്പിനെസിന്റെ ഒരു കണ്ടീഷൻ ആണ് Okay, good. സക്സസ്. Thank you. സക്സസ് ഓർ ഹെൽത്ത്? ഹെൽത്ത്. ബിക്കോസ് ഹെൽത്ത് ഇല്ലെങ്കിൽ നോ സക്സസ്. ജീവിതത്തിൽ ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതാരാണ്? ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ സാർ, അത് കണ്ടിട്ടില്ലാത്ത ഒരാളെയാണോ അതോ? ഇപ്പം ഇവിടെ 3 പേരൊക്കെ ഉണ്ട് പറഞ്ഞാൽ ചിലപ്പം സാർ നിങ്ങളെ കണ്ടിട്ടുള്ള ആൾക്കാരെയാണോ അതോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാള്? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് മഹാത്മാഗാന്ധിയെ കാണാൻ ഇഷ്ടമായിരുന്നു. മഹാത്മാഗാന്ധി. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? ഉണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ഒരു നമുക്കറിയാം എന്താ അത്രയും പൊളൈറ്റ് കാമായിട്ടൊരു ബ്രിട്ടീഷ് ഒരു എന്താ സൂര്യൻ അസ്തമിക്കാതെ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത്. താങ്ക് യു. Sure. Thank you. താങ്ക് യു സാർ.